ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സിലോപ്പിയ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണും കേട്ടോ. അപ്പോൾ രാത്രി തന്നെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതേ കൊണ്ടുവന്ന് പാടെ തന്നെ ഇരുന്നിട്ട് മുറിച്ച് തരുവാണ് ഉമ്മി. നല്ല വലിയ സിലോപ്പി ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ ക്ലീൻ ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇതിട്ട് വെച്ചാൽ വേഗം അതിൻ്റെ ആ കറുപ്പൊക്കെ പോകും കേട്ടോ. പിന്നെ ചെത്തി എടുക്കുക. പിന്നെ പോരാത്തത് ഇതേപോലത്തെ ഒരു കല്ലകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ വേഗം ക്ലീൻ ആവുകയും ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. നല്ല വലിയ സിലോപ്പി ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊള്ളിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നേ. ആ ടൈമിൽ ഞാൻ എമ്മീനെ എടുത്തേക്കായിരുന്നേ. കുഞ്ഞ് ഉറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അവൻ ഉറക്കിയാലേ നമ്മുടെ ബാക്കി പണിയൊക്കെ നടക്കുള്ളൂ. കുറച്ച് നേരം കളിച്ചിരുന്നതിന് ശേഷം മെമ്മി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിത് ബാക്കി പരിപാടിയിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ ആദ്യം പുറത്ത് വന്നിട്ട് കറിവേപ്പില പറിക്കേണ്ടതുകൊണ്ട് ആദ്യം വന്നിട്ട് ഇതെല്ലാം പറിച്ച് അകത്ത് കൊണ്ടുപോയി വെക്കുവാണേ. അപ്പോൾ ക്ലീൻ ചെയ്ത് തന്നാൽ മതി, ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് പൊരിക്കാനുള്ള മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചേ. അതിലേക്ക് വേണ്ട എന്തെല്ലാമാണെന്ന് നോക്കും. നമ്മൾ എടുത്തിരിക്കുന്ന മീനിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതേ പരുവത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാവേ. എന്നിട്ട് അത് മീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ആ വരഞ്ഞ് വെച്ചേക്കണയിലേക്ക് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. അതേപോലെ തന്നെ ഉള്ളിലോട്ട് നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അതേപോലെ തേച്ച് വെക്കണുണ്ടേ. കുറച്ച് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചതിന് ശേഷം പൊരിക്കാൻ എടുക്കുവാണ്. നല്ല രീതിയിലൊന്നും പൊരിച്ചെടുക്കണ്ട കേട്ടോ, ചെറിയൊരു ഷാലോ ഫ്രൈ മതി. അപ്പോൾ ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ഈ ചട്ടിയിൽ ആകെ 2 മീനേ കിടക്കുള്ളൂ. അത്രയും വലുതായിരുന്നു കേട്ടോ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സിലോപ്പിയ. ആ ടൈമിൽ വാഴയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഞാൻ പൊരിക്കാനിട്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിലോപ്പിയായി വരുമ്പോഴത്തേക്കും ചോറും വെന്തോളും. അപ്പോൾ രണ്ടും കൂടി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറിൻ്റെ കൂടെ പൊള്ളിച്ചതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാത്രി കൊണ്ടുവന്നതിന് ശേഷമാണല്ലോ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം പൊരിക്കാനിട്ടത് ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും മറിച്ചും തിരിച്ചു വിട്ടിട്ട് പൊരിച്ചെടുക്കുവാണ് കേട്ടോ. ഇനി 2 കൂടെ നമുക്ക് പൊരിച്ച് കോരാനുണ്ട്. എന്നിട്ട് വേണം അത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനെല്ലാം പൊരിച്ച് കോരുവാണ്. അപ്പോൾ ബാക്കി 2 കൂടെ ഉണ്ട്. അതും നമ്മൾ വേഗം പൊരിച്ച് കോരിയിട്ട് പൊള്ളിക്കാനുള്ള പരിപാടിയിലോട്ട് പോവാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊള്ളിച്ചതിന് ശേഷം വേണം നമുക്ക് രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാനായിട്ട്. ഇപ്പോൾ തന്നെ ഒരു 10:30-11 മണി അടുത്തായിട്ടുണ്ട്. ഇത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ പൊള്ളിച്ച് കഴിച്ചിട്ട് വേണം കിടക്കാനെന്നും പറഞ്ഞിട്ട് ലേറ്റ് ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഈ കാണുന്ന മസാലയെല്ലാം നമുക്ക് അരിഞ്ഞും ചതച്ചും എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് കേട്ടോ അടുത്ത പരിപാടി. അങ്ങനെ അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഉലുവ പൊട്ടിച്ചെടുക്കുക. ഈ എണ്ണ ഒഴിച്ചാലാണ് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പൊരിച്ചു കോരി എണ്ണ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതൊഴിച്ച് ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും കൂടെ അതുകൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി അതിൻ്റെ പച്ചമണം മാറും വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. പൊരിച്ച എണ്ണയിലും കൂടി ആയ കാരണം നമുക്ക് കളറൊരു ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് കേട്ടോ വന്ന് നമ്മുടെ മസാലയ്ക്കൊപ്പം ആ കളർ ഉണ്ടാവും. അതേപോലെ തന്നെ കറിച്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പൊള്ളിച്ചാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. മസാല അതിലുണ്ടാക്കുമ്പോഴാണ് പൊള്ളിക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഫ്ലെയിം നേരെ സിമ്മിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ ബാക്കി പരിപാടി. സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഇനി ബാക്കി സവാള ഇടുക. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഈ സിമ്മിൽ വെച്ചിട്ട് തന്നെ സവാള വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാകും വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ സിമ്മൊന്നും ഇനി മാറ്റരുത് കേട്ടോ. ഈ സിമ്മിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ട് വേറൊരു ചട്ടിയിലാണ് കേട്ടോ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സ്ലോ കുക്ക് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കറി മസാലപ്പൊടി, 2-3 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം കേട്ടോ. എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം.
ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് 2-3 അല്ലി കുടംപുളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ അരച്ച് അതൊന്ന് കുറുകി വരുമ്പോൾ ഇറക്കി വെച്ചിട്ട് വാഴയില ഒന്ന് ചൂടാക്കി എടുക്കാവേ. എന്നിട്ട് അതിലേക്ക് മസാലയും തേച്ച് മീനും വെച്ചൊന്ന് പൊതിഞ്ഞേക്കാം. പൊതിഞ്ഞ വാഴയില ഒന്ന് കെട്ടി പൊരിച്ച ചട്ടിയിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാവേ. മീൻ പൊരിച്ച ചട്ടി എടുത്താൽ മതി, അതിലാകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഉണ്ടാവും. അപ്പോൾ ഈ വാഴയിലെല്ലാം കെട്ടി അതിലേക്ക് വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒരു സൈഡ് നേരെ തിരിച്ച് അടുത്ത സൈഡും 5 മിനിറ്റ് വെച്ചാൽ നമ്മുടെ സിലോപ്പി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കരിമീനും പൊള്ളിക്കേണ്ടത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മീൻ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ തുറക്കുമ്പോൾ ഉള്ള അവസ്ഥ. അടിപൊളിയായിരുന്നു.